120 kV വൈദ്യുതി ലൈൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച വിവരം ആദ്യമായി നിങ്ങളെ അറിയിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട. സമയബന്ധിതമായിട്ട് വിഴിഞ്ഞം തുറമുഖം പണി തുടങ്ങും, പണി പൂർത്തിയാക്കും. ഞാൻ എന്നും പറയുന്ന ഒന്നുണ്ട്, കേരളത്തിലല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഒരു 25 കൊല്ലം മുമ്പ് യാഥാർത്ഥ്യമായേനെ. ഇവിടെ ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളും വിവാദങ്ങളിലും തർക്കങ്ങളിലും സംശയങ്ങളിലുമൊക്കെ കുടുങ്ങി കാലതാമസം വരികയാണ്. നമുക്കിനി ഈ നഷ്ടം സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് സഹായം പോലുമില്ലാതെ ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വിഴിഞ്ഞം തുറമുഖം സംസ്ഥാന ഗവൺമെൻറ് ഏതെങ്കിലും മാർഗത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ചോദിക്കാതെ തന്നെ നടത്തിക്കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടിയത്. കാരണം വിഴിഞ്ഞം കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ഏറ്റവും പ്രയോജനകരമായ ഒരു തുറമുഖമായിരിക്കും. അത്രമാത്രം പ്രാധാന്യം അതിനുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അനുമതിക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങി. പിന്നെ ഇതിന് അതിൻ്റെതായ സമയങ്ങളെടുക്കും. ശ്രീ ബാബു ഇവിടെ വിശദീകരിച്ചു. അത് ഓവർടേക്ക് ചെയ്യാൻ, മറികടക്കാൻ ഒരു നിവൃത്തിയില്ല. പരിസ്ഥിതി പഠനം സംബന്ധിച്ച്, തുറമുഖങ്ങളുടെ അത് സംബന്ധിച്ച് വ്യക്തമായ നിബന്ധനകളാണ്. അവിടെ അതിവേഗം ബഹുദൂരം ഒന്നും പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല. അവിടെ ആ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ പറ്റൂ. അപ്പം അതിൻ്റെതായ സമയമാണ് എടുത്തത്. ഇനി അങ്ങോട്ട് വ്യക്തമായ ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുക. അതനുസരിച്ച് നടപടികൾ മുമ്പോട്ട് നീക്കി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകണം. അതുമാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. കാരണം വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് റിസൾട്ട് കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും അതിനെയും മറികടന്ന് നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കി റിസൾട്ട് ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.